kVAR. അപ്പോൾ 10 kVAR കപ്പാസിറ്ററിൻ്റെ കറണ്ട് 13.5 ആംപിയർ. സോ അതിൻ്റെ സ്വിച്ച് റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കപ്പാസിറ്ററിൻ്റെ റൂളിൽ പറയുന്നുണ്ട് സ്വിച്ച് റേറ്റിംഗ് ഷുഡ് ബി 2 times ആൻഡ് ഫ്യൂസ് റേറ്റിംഗ് ഷുഡ് ബി 1.5 times ഓഫ് നോർമൽ റേറ്റഡ് കറണ്ട് ഓഫ് ദി കപ്പാസിറ്റർ. അപ്പോൾ കപ്പാസിറ്ററിൻ്റെ കറണ്ടിൻ്റെ 2 times ആയിരിക്കണം സ്വിച്ച് റേറ്റിംഗ്. സോ നമ്മൾ കറണ്ട് കണ്ടുപിടിച്ചു 10 kVAR ഇൻറ്റു 1.35 ചെയ്തപ്പോൾ 13.5 ആംപിയർ കിട്ടി. സോ സ്വിച്ച് റേറ്റിംഗ് 13.5 ഇൻറ്റു 2 27. അതേപോലെ ഈ സ്റ്റെപ്സ് നമ്പർ ഓഫ് സ്റ്റെപ്സ് എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുക? സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. സ്റ്റാൻഡേർഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 4 സ്റ്റെപ്പ്, 6 സ്റ്റെപ്പ്, 8 സ്റ്റെപ്പ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് 4 സ്റ്റെപ്പ് എടുക്കാം. ഇപ്പം നമ്മൾ തന്നെ ഏറ്റവും കൂടുതൽ സ്റ്റാൻഡേർഡ് ആയിട്ട് 6 സ്റ്റെപ്പാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇനി അനദർ ഓപ്ഷൻ 8 സ്റ്റെപ്പ് എടുക്കാം, 8 എണ്ണം എടുക്കാം. അപ്പോൾ എത്രയാണോ ഇപ്പോൾ 8 എണ്ണം എടുത്തു കഴിഞ്ഞാൽ 8 1 9 കപ്പാസിറ്റർ ആകെ ഉണ്ടാവും, നോ ലോഡ് കോമ്പൻസേഷൻ കൂടെ ചേർത്തിട്ട്. ഇതൊന്നും ഇതിന്റെ ബേസിസ് ഒന്നും വൈവേലി ചോദിക്കത്തില്ലല്ലോ? അല്ല, അതിന് വേറെ ബേസ് ഇല്ല. അതാണ് സ്റ്റാൻഡേർഡ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് അങ്ങനെയാണ്. 4 6 8 12 ഗൾഫിലൊക്കെ അങ്ങനെയാണ്. 4 6 8 12. ഇപ്പൊ DB അങ്ങനെയാണല്ലോ, 4-way 6-way 8-way ആണ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡുകൾ നമുക്ക് മാർക്കറ്റിൽ നോർമലി അവൈലബിൾ ആയിട്ടുള്ള. അതുപോലെ അതേപോലെ ഈ പ്രൊട്ടക്ഷനിലെ ഈ CT ക്ലാസിനെ പറ്റിയൊക്കെ ചോദിക്കും സാർ? ആ പ്രൊട്ടക്ഷൻ്റെ CTയുടെ ക്ലാസ് ചോദിക്കാവുന്നതാണ്. CTയുടെ നമ്മളിപ്പോൾ പ്രൊട്ടക്ഷൻ വരുമ്പോൾ 5P10 5 എന്ന് പറഞ്ഞത് 5% എറർ അലോ ചെയ്തിട്ടുണ്ട്. 10 എന്ന് പറഞ്ഞാൽ ആക്യുറസി ലിമിറ്റ് ഫാക്ടർ. 10 times കറണ്ട് വന്നാലും എറർ 5% ഉള്ളിലായിരിക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. രണ്ട് ടൈപ്പ് സീറ്റാ. മറ്റേ മെഷർമെന്റ് സീറ്റി ആണ് ക്ലാസ് 0.2s എന്ന് പറഞ്ഞാൽ HTയുടെ മെഷർമെന്റ് സീറ്റിയുടെ ക്ലാസ് 1 എന്ന് പറഞ്ഞാൽ LTയുടെ മെഷർമെന്റ് സീറ്റിയുടെ ക്ലാസ്. അതെല്ലാം മെഷർമെന്റ് സീറ്റിയാണ്. HTയിൽ ഉപയോഗിക്കുന്നതിന് ഒരു ക്ലാസ്, LTയിൽ ഉപയോഗിക്കുന്ന ക്ലാസ്.